ഹലോ അസ്സലാമു അലൈക്കും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒരു പഫ്സ് റെഡിയാക്കി നോക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിംഗ് എല്ലാം ഉണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റ്. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പം കൂടുതലും ലെഗ് പീസ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇപ്പോൾ ചിക്കൻ എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയിലിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനിയിപ്പോൾ ഇതാ പാൻ ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ചിക്കനെല്ലാം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചിക്കൻ പീസെല്ലാം ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി ആ എണ്ണയിൽ തന്നെ ഒരു കഷ്ണം ബട്ടർ കൂടി ഇട്ടിട്ട് അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് വേറൊരു സോസ് റെഡിയാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തൈരും പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടിയിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഷുഗർ പിന്നെ ആവശ്യത്തിനുള്ള എന്താ പറയുക ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് അതും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് മുറിച്ചത് അതും കൂടി ഇതിലിട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അപ്പം നമ്മുടെ ഫില്ലിങ് ഇതാ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ അടിപൊളി ഫില്ലിങ് റെഡിയായി. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ, കണ്ടോ, ഭയങ്കര ഈസിയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ പഫ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഫില്ലിങ്ങെല്ലാം വെച്ച് കൊടുക്കുക. നന്നായി കുത്തി നിറക്കണ്ട. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്നിൻ്റെ മേലെ എന്താ പറയുക ഫില്ലിങ് വെച്ചിട്ട് വേറൊരു ഷീറ്റ് കൊണ്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് ഫോർക്ക് കൊണ്ട് 4 സൈഡിലൊന്ന് പ്രസ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് കുറച്ച് വലിയ സൈസ് പഫ്സ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കുറച്ച് ചെറുതായിരിക്കും. എപ്പോഴും കാണാനും കഴിക്കാനും എല്ലാം രസം കുറച്ച് ചെറിയ സൈസിലുള്ളതാണ്. അപ്പം ഞാനിത് ഇതേപോലെ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ടുള്ള, നിങ്ങൾക്ക് 2 സൈഡ് മടക്കാം, അങ്ങനെ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതേപോലെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഒരു മുട്ട അടിച്ചിട്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ, ഭയങ്കര ഈസിയാണ്. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഫ്രയറിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ അടിപൊളി പഫ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ഈസിയല്ലേ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.